ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. തികച്ചും വ്യത്യസ്തമായ ഒരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. വളരെ കാലമായൊരു വീഡിയോ ചെയ്തിട്ട് സോളാറോ ടെക്നിക്കൽ ഒന്നുമല്ല, ഒരു മൂവിയെ സംബന്ധിച്ചാണ്, ഒരു സിനിമയെ സംബന്ധിച്ചുള്ളൊരു വീഡിയോ ആണ്. എന്താണ് ബാബു ഇപ്പോൾ സിനിമയായിട്ട് വരാൻ കാരണമെന്നൊക്കെ ആയിരിക്കും അല്ലേ? തുടർന്ന് കാണുക വീഡിയോ. സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വലിയ ദൈർഘ്യമുള്ള വീഡിയോ ഒന്നുമല്ല, വളരെ കുറച്ച് സമയം മാത്രമേ ഇതിനുവേണ്ടി ചിലവഴിക്കേണ്ടതുള്ളൂ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും റിനൻസ് വ്ളോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സുസ്വാഗതം. ഈ ഇടയ്ക്ക് റിലീസ് ചെയ്തൊരു മലയാളം സിനിമയാണ് കിഷ്കിന്ധ കാണ്ഡം. പലരുമൊക്കെ ഈ മൂവി കണ്ടു കാണും അല്ലേ? കാണാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, എൻ്റെ ഒരു അഭിപ്രായമാണ്. സമയം കിട്ടുമെങ്കിൽ ഈ മൂവി ഒന്ന് പോയി കാണണം. തികച്ചും വ്യത്യസ്തമായൊരു സബ്ജക്റ്റാണ്, നല്ലൊരു എൻ്റർടൈനറാണ്, ഒരു ത്രില്ലർ മൂവിയാണത്. ആദ്യത്തെ ഒരു ഹാഫ് ഇൻ്റർവെൽ വരെയുള്ള ഭാഗം ഈ എന്താ പറയുന്നത്, ഈ കഥയ്ക്ക് വേണ്ടി സ്വരുക്കൂട്ടുക, കഥയൊന്ന് ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഭാഗമായിട്ട് എനിക്ക് തോന്നി. രണ്ടാമത്തെ ഭാഗം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ വളരെ ആകാംക്ഷാഭരിതരായിട്ടിരിക്കുന്ന കുറേ കാര്യങ്ങളാണ് രണ്ടാമത്തെ ഭാഗത്ത് നടക്കുന്നത്. എന്താണെങ്കിലും തികച്ചും വ്യത്യസ്തമായ ഒരു ടോപ്പിക്ക്. അടിയോ ഇടിയോ വയലൻസോ ഒന്നുമില്ല, മറ്റ് എൻ്റർടൈൻമെൻറ്റ്സിന് ഒന്നും തന്നെയില്ല. പക്ഷേ മൂവി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതിൻ്റെ സംവിധായകർക്കും അതിൻ്റെ ക്രൂ മെമ്പേഴ്സിനെല്ലാം എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുക. ഈ മൂവി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് ചില കാര്യങ്ങൾ തോന്നി. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണല്ലോ. എന്താണെങ്കിലും സംവിധായകൻ ഒത്തിരി എഫേർട്ട് എടുത്തിട്ടുണ്ട്. ആ തിരക്കഥാകൃത്തിനാണെന്നുണ്ടെങ്കിലും ഇത്രയും നല്ലൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാനും മാത്രം ഒരു കഴിവ് അദ്ദേഹത്തിന് ലഭിച്ചല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ശരിക്കും നമ്മുടെ സാമൂഹിക പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്ത് തന്നെയാണ് ഈ മൂവി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് നമ്മൾ റിയൽ ലൈഫായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ സ്ഥിരമായിട്ട് മൂവി കാണുന്നൊരു വ്യക്തി ആയതുകൊണ്ട് കൂടുതൽ ഇംഗ്ലീഷ് മൂവീസാണ് കാണുന്നത്. ത്രില്ലിംഗ് ആയിട്ടുള്ള മലയാളം മൂവീസും ഏത് ലാംഗ്വേജും നമ്മൾ കാണും. അതിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് ഇതിനു മുമ്പ് കണ്ടത് കൽക്കിയാണ്. കൽക്കി 2898 AD. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. ആദ്യമൊക്കെ കുറച്ച് സമയത്തേക്ക് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫ് അത്ര അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് കടന്നപ്പോഴത്തേക്കും യഥാർത്ഥ കഥ മനസ്സിലാവുകയും അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ ടെക്നിക്കൽ പെർഫോമൻസ് വളരെ നല്ല. അപ്പോൾ നമ്മളത് വിടാം. നമ്മളിന്ന് സംസാരിച്ചൊന്ന് കിഷ്കിന്ധ കാണ്ഡത്തെക്കുറിച്ച്. ഇത് നമ്മൾ അഭിനേതാക്കളുടെ അഭിനയമോ സംവിധായകൻ്റെ സംവിധാന ചാരുതയോ ക്യാമറാമാൻ്റെ കഴിവോ ഒന്നുമല്ല നമ്മൾ ഇതിനകത്ത് പ്രതിപാദിക്കാൻ പോകുന്നത്. ഇതിൻ്റെ കഥാതന്തുവാണ്. ഈ കഥാതന്തു കൊണ്ട് ഇതെങ്ങനെ ഈ സംവിധായകൻ്റെ തലയിലെത്തി, അല്ലെങ്കിൽ ഈ തിരക്കഥാകൃത്തിൻ്റെ അടുക്കൽ ഈ സംഭവം എത്തി എന്നിങ്ങനെ എൻ്റെ മനസ്സിലുണ്ട്. കഴിഞ്ഞ ദിവസം ആമസോൺ പ്രൈമിൽ ഒരു മൂവി കാണാനിടയായി. കിഷ്കിന്ധ കാണ്ഡം കണ്ടവരാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ഈ മൂവി നിങ്ങൾ കണ്ടിരിക്കണം കേട്ടോ, നിർബന്ധമായിട്ടും കണ്ടിരിക്കണം. വളരെ നല്ലൊരു മൂവിയാണ്. അപ്പോൾ ആ മൂവിയുടെ പേര് ഞാൻ പറയാം. ഇത് ഈ ആമസോൺ പ്രൈം മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ പോരാ. ആമസോൺ പ്രൈമിനകത്ത് ലയൺസ് ഗേറ്റ് പ്ലേ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ആ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി വരും, എന്നാലേ നിങ്ങൾക്ക് ഈ മൂവി കാണുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ മൂവിയുടെ പേര് സ്ലീപ്പിംഗ് ഡോഗ് എന്നാണ്. ഈ മൂവി കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് മനസ്സിലായി, ഈ ഒരു മൂവിയുടെ കഥയാണ് യഥാർത്ഥത്തിൽ കിഷ്കിന്ധ കാണ്ഡം എന്ന മൂവിക്ക് വേണ്ടി പ്രചോദനമായിരിക്കുന്നതെന്ന് മനസ്സിലായി. നിങ്ങൾ തീർച്ചയായിട്ടും ഈ മൂവി സ്ലീപ്പിംഗ് ഡോഗ് കാണണം. എനിക്ക് തോന്നുന്നു വളരെ പഴക്കം ചെന്നൊരു മൂവിയാണ്, നല്ല രസകരമായൊരു മൂവിയാണ്, ഒരു ക്രൈം ത്രില്ലറുമാണ്. അതിനെ മറ്റൊരു രീതിയിലേക്കൊന്ന് രൂപമാറ്റം നടത്തി തിരക്കഥയിൽ ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തിയായിരിക്കാം ഒരു പക്ഷേ അത് നമുക്ക് വേണ്ടി കിഷ്കിന്ധ കാണ്ഡം ഒരുക്കിയിരിക്കുന്നത്. എന്താണെങ്കിലും സ്ലീപ്പിംഗ് ഡോഗ് എന്ന് പറയുന്ന മൂവി തീർച്ചയായിട്ടും എല്ലാ പ്രേക്ഷകരും കാണണം. ഇത് സ്വല്പം UA റേറ്റഡ് ആണ് മൂവി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊരു വാണിംഗ് തന്നു എന്ന് മാത്രം. ഈ മൂവിയെക്കുറിച്ചും ഈ മൂവിയുടെ കഥ എന്താണ്, കഥ യഥാർത്ഥത്തിൽ ഈ കിഷ്കിന്ധ കാണ്ഡം പോലെ തന്നെ ഒരു സ്റ്റോറിയാണ്. അതിന് മറ്റൊരു വേർഷനാണ്. ഇത് ഏതിൽ നിന്ന് ഏതുണ്ടായി എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആദ്യം റിലീസ് ചെയ്തത്
ഈ മൂവി തന്നെയാണ്. ഏതാണ്? സ്ലീപ്പിംഗ് ഡോഗ് തന്നെയാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകരും ഇത് കാണുക. ആ സ്ലീപ്പിംഗ് ഡോഗിനകത്തെ സ്റ്റോറിയും ഞാനൊന്നും പറയുന്നില്ല. കാരണം വെച്ചാൽ വളരെ സസ്പെൻസ്ഫുള്ളായിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ മൂവിയാണത്. അത് തീർച്ചയായിട്ടും ഞാനിപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ആ മൂവി കാണുന്നതിനൊരു താല്പര്യം ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് സമയം കിട്ടുമ്പോൾ ആമസോൺ പ്രൈമിൽ ലയൺസ് ഗേറ്റ് പ്ലേ സബ്സ്ക്രൈബ് ചെയ്യുകയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ ഈ മൂവി കാണുക. മൂവി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സ്ലീപ്പിംഗ് ഡോഗും ഇഷ്ടപ്പെടും. അപ്പോൾ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഖുദാഫിസ്.